കൊണ്ടിരിക്കുന്നു. ഇതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂജൻ പാരന്റിംഗ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു കൊടുക്കുവാൻ സമയമില്ല. ആരുടെ മുമ്പിൽ? കുട്ടികളുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന പേരൻസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനിച്ചു വീണ് ഏകദേശം പ്രസവിച്ച് 6 മാസം 7 മാസം കഴിയുമ്പോൾ ഈ കുട്ടിയുടെ സ്വന്തം മാതാപിതാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞുയരുന്ന ഭാര്യയും ഭർത്താക്കന്മാരും ഇല്ലേ? നിങ്ങളുടെ വാർത്തയിൽ ഉണ്ടോ? ഏത് വയസ്സ് വരെയാണ് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടേണ്ടത്, ഏറ്റവും കൂടുതൽ ആദരവ് കിട്ടേണ്ടത്? നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ചിന്തയില്ലേ? ഏകദേശം ഒരു 5 വയസ്സ് എത്തുന്നത് വരെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ലാളനയും കെയറിങ്ങും സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം. അതാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. ഈ 3 മാസം എത്തുമ്പോൾ 4 മാസം എത്തുമ്പോൾ വെറ്റി വീണിട്ട് മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ചിട്ട് ഉയർന്നു പോകുന്ന ഭാര്യയ്ക്കും ഭർത്താവിൽ എന്ത് കെയറിങ്ങാണ് തന്റെ സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ ഭയങ്കര പല വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. സ്വഭാവ ദൂഷ്യങ്ങൾ കടന്നുകൂടുന്നു. കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. ദൂഷ്യങ്ങൾ കാണുമ്പോൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ സമ്പാദ്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ആർക്ക് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു? ഈ ദൂഷ്യവശങ്ങൾ കാണിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സൈക്കോളജിസ്റ്റിനും അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു. കുട്ടി ചിരിക്കുന്നില്ല എന്ന് പറയുന്നു, കുട്ടി കരയുന്നില്ല എന്ന് പറയുന്നു, കുട്ടി മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നു, പഠിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നു. കുട്ടി കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഈ 15-18 വയസ്സാകുമ്പോൾ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകുന്നു? കൗൺസിലേഴ്സ് അടുത്തേക്ക് കൊണ്ടുപോകുന്നു.